ഈ ഒന്നോ രണ്ടോ ബസ്സുകൾ മാത്രം സ്വന്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. വളരെ കഷ്ടമാണ്. എനിക്കറിയാം, ഒരു ബസ്സുള്ളവർ, 2 ബസ്സുള്ളവർ ഈ റോഡ് ടാക്സ് ഇറക്കിയാൽ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ആ ടയറൊന്നും മാറ്റാൻ പറ്റാത്ത ആളുകൾ, എന്തെങ്കിലുമൊക്കെ പണി വന്നു കഴിഞ്ഞാൽ അതിന് പണി ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ എത്ര ആളുകളുണ്ടെന്നറിയോ? നമ്മുടെ സർക്കാരുകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ, നേരത്തെ സപ്ലൈകോയ്ക്ക് ഉണ്ടായിരുന്നു സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാം. കാരണം രാവിലെ കുറച്ച് സമയം സർവീസ് നടത്തുക, അതായത് ആളുള്ള സമയത്ത് സർവീസ് നടത്തുക, അല്ലെങ്കിൽ ബസ്സിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബസ്സിൽ കയറുന്ന ആളുകൾക്ക്, ഈ ജോലി കഴിഞ്ഞൊക്കെ തിരക്കിട്ട് പോകുന്ന ആളുകൾക്ക് ബസ്സിൽ നിന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി നൈറ്റ് ബാർ ആക്കിയിട്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. നൈറ്റ് ബാറായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ബെവ്കോ ഉണ്ട്. ഈ ബെവ്കോയുടെ എല്ലാ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഒഴിവ് സമയങ്ങളിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടതിന് ശേഷം മറ്റേ 1 മണിക്കൂറിന് ഒരു 200 റുപ്പീസ് വയ്ക്കുക. കാരണം 200 വയ്ക്കേണ്ട, 100 വെച്ചാൽ മതി. എല്ലാ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ട്രേ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ ട്രേ വെച്ച് കണ്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ, അവർക്ക് ടച്ചിങ്സ് വയ്ക്കാനും സോഡ വയ്ക്കാനും കുപ്പി വയ്ക്കാനും വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു യൂണിവേഴ്സാണ്. നമ്മളൊന്നും കാണാത്തൊരു യൂണിവേഴ്സിലെ ആളുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റില്ല. അതിനകത്തും ഇവർക്കൊരു റിസർവേഷൻ കൊണ്ടുവരാം. മറ്റേ വനിതകൾക്ക് മാത്രമായിട്ട് ചില ബസ്സുകൾ റിസർവ് ചെയ്യുക. ഇപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് ഇപ്പം എല്ലാ മാസം 30-ാം തീയതി ശമ്പളം കിട്ടുന്നില്ലേ? മലയാള മനോരമ കൊട്ടിഘോഷിക്കുകയാണ്, സുഹൃത്തുക്കളെ, 30-ാം തീയതി കെ എസ് ആർ ടി സിയിൽ എല്ലാവർക്കും ശമ്പളം കിട്ടിയിരിക്കുന്നു. KB ഗണേഷ് കുമാർ എന്ന് മന്ത്രിയായോ അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങി ലാസ്റ്റ് 1 ഇയർ ആയിട്ട് KSRTC എല്ലാവർക്കും 30-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട്. നമസ്കാരം സാറേ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകാരുടെ അവസ്ഥ വളരെ മോശമാണെന്ന് തോന്നുന്നു. ഒരു 1.5 മാസം മുന്നേ പൊട്ടിച്ച പടക്കത്തിന്റെ കാശ് പോലും ഇപ്പൊ കയ്യിലില്ലാന്ന കേട്ടെ. മിക്ക ബസ്സുകളും ബാങ്കുകാർ കൊണ്ടുപോകുന്ന അവസ്ഥയുണ്ട്, പാവം. പക്ഷെ മന്ത്രി വേറൊരു വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓടിക്കിട്ടുന്നതല്ലാതെ എന്തെങ്കിലും ഒരു അധിക വരുമാന സ്രോതസ് മറ്റ് വഴികളിലൂടെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പറക്കുംതളി എന്ന് പറയുന്ന ദിലീപിൻ്റെ, ഹരിശ്രീ അശോകിൻ്റെ വളരെ ഹിറ്റായിട്ടുള്ളൊരു സിനിമയുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയ കിട്ടും. അപ്പോൾ ഒരു താമരാക്ഷം പിള്ള ബസ് മാതിരി അത് ആക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താണ് മന്ത്രി ഉദ്ദേശിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ മന്ത്രിയോട് നമുക്ക് ചോദിക്കാനുള്ള ചില കാര്യങ്ങളുണ്ട്. കാരണം ഇതിനൊക്കെ പെർമിഷൻ തരുമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മറ്റൊരു വരുമാന സ്രോതസ്സായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഐഡിയാസ് ഉണ്ട്. പിന്നെ ഐഡിയാസ് ഇല്ലാണ്ടിരിക്കുക, എന്ത് കാര്യത്തിന് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ KSRTCയിൽ സ്വാഭാവികമായിട്ടും കൊറിയറായിട്ട് നടത്താൻ വേണ്ടി പറ്റും. ഈ കൊറിയർ നടത്തുന്ന സമയത്ത് അത് അസോസിയേഷൻ്റെ പേരിൽ മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ പലയിടത്തും എന്താണെന്ന് വെച്ചാൽ, ഈ സ്വകാര്യ ബസ് ഓണേഴ്സ് അസോസിയേഷന് പുറമെ മറ്റ് തൊഴിലാളി സംഘടനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അവരുടെ അസോസിയേഷൻ തന്നെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു കൊറിയർ നല്ലൊരു ഓപ്ഷനാണ്. അവിടെയും KSRTCയുടെയും കൊറിയർ ഉണ്ട്. KSRTCയുടെ കൊറിയർ എനിക്കൊന്നും ഇപ്പോൾ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് KSRTCയുടെ കൊറിയർ. അപ്പോൾ അത് മറ്റൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് ഇവർക്ക് ബാങ്ക് ലോൺ അടയ്ക്കാനുള്ളതും റോഡ് ടാക്സ് അടയ്ക്കാനുള്ളതും ഈ പറഞ്ഞ പ്രൈവറ്റ് ബസ്സിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ തികയത്തില്ലെന്ന്. പിന്നീട് അവർക്ക് വട്ടിപ്പലിശയ്ക്ക് വേറെ എവിടെയെങ്കിലും പൈസ കടമെടുക്കേണ്ട അവസ്ഥയുണ്ട്. അതേ സാഹചര്യത്തിലാണ് ഈ ബസ് മുതലാളിമാർ നിൽക്കുന്നത്. ഇവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് LDFനെതിരെ പറഞ്ഞ പോലെയൊന്നും അല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ അവർ പറയുന്നത് എങ്ങനെയും ആ ഭരണം തന്നെ തിരിച്ചു ഒന്ന് തരാൻ പറ്റുമോ എന്ന് കൈകൂപ്പി എന്ന ചില വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിഞ്ഞുകൂടാം. പിന്നെ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ, നേരത്തെ സപ്ലൈകോയ്ക്ക് ഉണ്ടായിരുന്നു സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾക്ക് സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാം. കാരണം രാവിലെ കുറച്ച് സമയം സർവീസ് നടത്തുക, അതായത് ആളുള്ള സമയത്ത് സർവീസ് നടത്തുക, അല്ലെങ്കിൽ ബസ്സിൽ തന്നെ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബസ്സിൽ കയറുന്ന ആളുകൾക്ക്, ഈ ജോലി കഴിഞ്ഞൊക്കെ തിരക്കിട്ട് പോകുന്ന ആളുകൾക്ക് ബസ്സിൽ നിന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വീട്ടിലേക്ക് പോകാനും പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി. ഈ ബസ്സിന്റെ ഫ്രണ്ട് ഭാഗം ഇപ്പം ഒഴിഞ്ഞു കിടക്കാണല്ലോ. അതാ പറഞ്ഞത്, അവിടെ ആ ഒരു ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി. കാരണം സ്ത്രീകൾ മൊത്തം ഇപ്പോൾ KSRTCയിലേക്കാണല്ലോ. അപ്പോൾ ആ ഭാഗത്ത് വേണമെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ സൂപ്പർ മാർക്കറ്റ് സെറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുക, വീട്ടിലേക്ക് നേരെ ഇറങ്ങി പോവുക. അതൊരു വഴിയാണ്. പക്ഷെ അതിന് പെർമിഷൻ കൊടുക്കണം സർക്കാർ. അത് കൂടാണ്ട് പിന്നെ ജെൻസി പിള്ളേരെയൊക്കെ സംബന്ധിച്ചിട്ട് പണ്ടത്തെ ആളുകളൊക്കെ എങ്ങനെയായിരുന്നു, ഈ സൈബർ കഫേയിലൊക്കെ പോയിരുന്നിട്ടായിരുന്നു ഇപ്പം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരം നടത്തിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളൊക്കെ പോകണമായിരുന്നു. അപ്പോൾ സിനിമാ തിയേറ്ററിലൊക്കെ പോകുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾക്ക് ഈ ഇടവേളകളിൽ എവിടെയെങ്കിലും കൊണ്ടിടുക, അതിനുശേഷം ഏതെങ്കിലുമൊക്കെ കോളേജുകളുടെ ഫ്രണ്ടിൽ കൊണ്ടിടുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കോളേജുകളുടെ ഫ്രണ്ടിൽ, പിന്നെ കോച്ചിങ് സെൻ്ററുകളുടെ ഫ്രണ്ടിലൊക്കെ കൊണ്ടുപോയി ബസ് ഇടുക. അതിനുശേഷം അവർക്ക് സ്വകാര്യമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം, അതായത് അരമണിക്കൂറിന്
ഒരു 200 രൂപ എന്നൊക്കെ വെച്ചിട്ട്. ഇപ്പം നോർമലി ഇപ്പം പോയിട്ടൊരു ഓയോ റൂം എടുക്കണമെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട് 399, 699, 999 റേറ്റ് വരുന്നത്. അപ്പോൾ അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ജെൻസി പിള്ളേർക്ക് വേണമെങ്കിൽ, കാരണം ജെൻസി മുഖ്യനാണല്ലോ സംസ്ഥാനം ഭരിക്കുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അവസരം വേണമെങ്കിൽ ഈ പ്രൈവറ്റ് ബസ്സിൽ ഒരുക്കി കൊടുക്കാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു ഐഡിയ അല്ല, ഇതൊക്കെ ഏത് തരത്തിൽ വ്യാഖ്യാനിച്ചാലും ഞാൻ പറഞ്ഞില്ല, പറക്കുന്തളകയാണ് ഇതിന്റെ ഒരു ഈ പറയുന്നതിന്റെ എല്ലാം ഒരു അടിസ്ഥാനം, ഈ ആശയങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ വേണമെങ്കിൽ ഇപ്പൊ മറ്റേ ഈ അതിനകത്ത് കാണിക്കുന്ന മറ്റൊരു സംഭവം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മറ്റേ സിനിമ, ഈ മറ്റേ ഷക്കീല പടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ അപ്പന്മാരൊക്കെ ഇടിച്ചു കയറുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം യൂട്യൂബിലാണെങ്കിലും ഒരുപാട് പോൺ സൈറ്റുകളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നതാണെങ്കിലും അതിൻ്റെയൊക്കെ വ്യാപനം വളരെ നല്ല രീതിയിൽ തന്നെ ഇന്ത്യയിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ വേണമെങ്കിൽ നൈറ്റ് സ്റ്റേ എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ വില കുറച്ച്. കാരണം അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലെയൊക്കെ കംഫർട്ട് സ്റ്റേഷനുകൾ നല്ല വൃത്തിയാക്കി വെക്കണം. അതിനുശേഷം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് നിർത്തിയിടുക. ബസ് നിർത്തിയിട്ടതിന് ശേഷം അവിടെ പക്ഷെ അപ്പോഴും സീറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് ആക്കി വെക്കുന്ന സ്പേസിൽ ഒരു കട്ടിലിട്ട് വയ്ക്കുക. ഒരു കട്ടിലിട്ടിട്ട് ഒരു ബസ്സിൽ ഒരാൾ മാത്രം, ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു കപ്പിൾസിന് മാത്രം കിടന്നുറങ്ങാൻ പറ്റുന്ന രീതിയിൽ അതിനൊരു 1500 രൂപ. പക്ഷെ അപ്പോഴും എ സിയുടെ പ്രശ്നം വരും. എ സി വേണ്ട കിടന്നുറങ്ങാനായിട്ട്, അല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റും ബസ്സിൽ. അല്ലെങ്കിൽ ഫാൻ സെറ്റ് ചെയ്യേണ്ടി വരും. ഫാൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും ബസ്സിനകത്ത്? അങ്ങനത്തെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം നൈറ്റ് സ്റ്റേ ഒക്കെ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ്റെ സമയമാണല്ലോ ഇത്, വാഹനം മോഡിഫിക്കേഷൻ്റെ സമയമാണ്. അപ്പോൾ ഇങ്ങനെ അത് മോഡിഫൈ ഒക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ അവിടെ ഒരു നൈറ്റ് സ്റ്റേ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ ആലോചിക്കാവുന്നതാണ്. താഴെ കാർപ്പറ്റ് ഇടാൻ പെർമിഷൻ, താഴെ അതുകൂടാതെ തന്നെ നൈറ്റ് ബാർ ആക്കിയിട്ട് ഇത് ചെയ്യിപ്പിക്കാൻ പറ്റും. നൈറ്റ് ബാറായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിൽ ഇഷ്ടംപോലെ ബെവ്കോ ഉണ്ട്. ഈ ബെവ്കോടെ എല്ലാം ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഒഴിവ് സമയങ്ങളിൽ വണ്ടി കൊണ്ട് നിർത്തിയിട്ടതിന് ശേഷം മറ്റേ 1 മണിക്കൂറിന് ഒരു 200 റുപ്പീസ് വയ്ക്കുക. കാരണം 200 വയ്ക്കേണ്ട, 100 വെച്ചാൽ മതി. എല്ലാ സീറ്റിൻ്റെ ഫ്രണ്ടിൽ ട്രേ വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് ഇങ്ങനെ ട്രേ വെച്ച് കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ അവർക്ക് ടച്ചിങ്സ് വെക്കാനും സോഡ വെക്കാനും കുപ്പി വെക്കാനും വേണ്ടിയുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാക്കുക. അതിനുശേഷം അതിനകത്ത് ക്ലീനർക്കോ കണ്ടക്ടർക്കോ വല്ല മുട്ട പുഴുങ്ങാം. അതുപോലെ തന്നെ കപ്പലണ്ടി പുഴുങ്ങി വയ്ക്കുക, പിന്നെ കപ്പലണ്ടി വറുത്ത് വയ്ക്കുക. ഇതൊക്കെ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അധികം സ്കില്ല് വേണ്ടാത്ത കുറേ കാര്യമുണ്ട്. പിന്നെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നില്ല. മുട്ട പുഴുങ്ങാണ്ട് 5 മിനിറ്റ് മതി. അതോടൊപ്പം തന്നെ ഈ കടല പുഴുങ്ങാനായിട്ടും പിന്നെ തലേദിവസം വെള്ളത്തിലിടേണ്ടി വരും. അതുകൂടാണ്ട് മറ്റേ ഈ നമ്മളുടെ ഈ കുക്കുമ്പറൊക്കെ കട്ട് ചെയ്ത് വെക്കുക, മറ്റേ സലാഡ്സ് ഉണ്ടാക്കി വെക്കുക. അപ്പോൾ ഇതൊക്കെ കൂടെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെയും ഒരു അഡീഷണൽ പൈസ കിട്ടും. അതുകൂടാണ്ട് ഇത് ഈ വണ്ടിക്കകത്തിരുന്ന് മദ്യപിക്കാൻ വേണ്ടിയിട്ട് സീറ്റിന് സ്പേസ് കൊടുത്താൽ മതി. ഒരു സീറ്റിന് ഒരു 50 രൂപ ഒരു മണിക്കൂർ സമയത്തേക്ക്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണെങ്കിലും എല്ലാ ബസ്സിലും ഒരു 40 അടുത്ത് സീറ്റുകളുണ്ട്. ഈ 40 അടുത്ത് സീറ്റുകളുണ്ടെങ്കിൽ അതൊരു വരുമാന മാർഗ്ഗമായിട്ട് പോകും. കാരണം ഒരു വേണമെങ്കിൽ അതൊരു വിനോദസഞ്ചാര മാർഗ്ഗം കൂടെ ആക്കി മാറ്റാം സർക്കാരിന്. കാരണം ഇത് വേറെ യൂണിവേഴ്സിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതിനൊരു ഗുണമുണ്ട്, ഈ പൊതുനിരത്തിലെ സാമൂഹ്യ വിരുദ്ധരുടെ എണ്ണം കുറയും. ശരി, ബീവറേജിന്റെ മുന്നിൽ നിന്ന് വെള്ളടിക്കുന്നവർ ഇനിയിപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറും. അതായത് ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു യൂണിവേഴ്സാണ്. നമ്മളൊന്നും കാണാത്തൊരു യൂണിവേഴ്സിലെ ആളുകളാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരിക്കാൻ വേണ്ടി പറ്റില്ല. അതിനകത്തും ഇവർക്കൊരു റിസർവേഷൻ കൊണ്ടുവരാം. മറ്റേ വനിതകൾക്ക് മാത്രമായിട്ട് ചില ബസ്സുകൾ റിസർവ് ചെയ്യാം. പിങ്ക് ബസ് ബാർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംവിധാനം ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ സർക്കാരിന് വലിയ കയ്യടി കിട്ടും. വനിതകളുടെയൊക്കെ ഭാഗത്ത് വലിയ കയ്യടി കിട്ടും. അത് കയ്യടിക്കണോ അതോ ചെലവെടുക്കണോ എന്ന് വനിതകൾ തീരുമാനിച്ചോട്ടെ. നമ്മളിപ്പോൾ ഇത് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയുന്ന സമയത്തും അത് ചെലവെടുക്കണോ അതോ അത് സ്വീകരിക്കണോ എന്നുള്ളത് വനിതകൾ തന്നെ തീരുമാനിക്കട്ടെ. കാരണം അത് വേറെ മറ്റു വരുമാന മാർഗങ്ങൾ ആണ് നമ്മൾ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. പിന്നെ അതുകൂടാണ്ട് ഈ ഫുഡ് വേണ്ടിയിട്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്ക് തട്ടുകട വേണമെങ്കിൽ നടത്താം. ബസ്സിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ ഒരു ചെറിയ ഒരു പ്ലൈവുഡ് ഷീറ്റ് ഇടുക. പ്ലൈവുഡ് ഷീറ്റ് ഇടുക, അവിടെ കപ്പ ബിരിയാണി, പിന്നെ ഓംലെറ്റ്, ദോശ, അപ്പം, പൊറോട്ട, ഇതൊക്കെ വേണമെങ്കിൽ അവിടെ നിരത്തി വെച്ചിട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ കബോർഡ് പ്രയോജനപ്പെടും. ഈ ഫ്രണ്ടിൽ വെക്കുന്ന കബോർഡുണ്ടല്ലോ, ആ കബോർഡ് പ്രയോജനപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾക്ക് കയറി ഇരുന്നാലും അവിടെ നിന്ന് കഴിക്കാനായിട്ടും ഒരു എക്സ്പീരിയൻസ് ആണത്. അതിനുശേഷമാണ് ഒരു നഗരപ്രദക്ഷിണവും വയ്ക്കാം. ഈ പ്രൈവറ്റ് ബസ്സുകൾ ഇങ്ങനെ നഗരപ്രദക്ഷിണം നമ്മുടെ എറണാകുളത്ത് നിന്നാണെങ്കിൽ ഇപ്പോൾ എടപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുക, എന്നിട്ട് വൈറ്റില വഴി ഇങ്ങനെ കടവന്ത്ര ചുറ്റി മറ്റേ നമ്മളുടെ MG റോഡ് വഴിയായിട്ട് പോയി, MG റോഡിൽ കൂടെ പോയിട്ട് പിന്നെ വീണ്ടും മറൈൻ ഡ്രൈവ് ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ച് ഇടപ്പള്ളി തന്നെ അവസാനിക്കുന്ന രീതിയിലൊക്കെ വേണമെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർക്ക് ആരംഭിക്കാം. ഡബിൾ ഡെക്കർ സർവീസ് ഒക്കെ നടത്തുന്നവർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സഞ്ചരിക്കുന്ന ഹോട്ടലുകൾ, സഞ്ചരിക്കുന്ന ബാറുകൾ, ഇതൊക്കെ വേണമെങ്കിൽ നടത്താൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിനൊക്കെ ഗവൺമെൻറ് പെർമിഷൻ വേണം. ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കണം. അപ്പോൾ എത്ര വലിയ കാര്യങ്ങളായിരിക്കും ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ന്യൂ ജെൻസിക്ക് വേണ്ടിയിട്ട് പുതിയ യൂണിവേഴ്സിൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി, പുതിയ ഇന്നോവേഷൻസ് നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ ഇട്ട് കൊടുക്കുകയല്ലേ സ്വകാര്യ ബസ് മുതലാളിമാർക്ക്. അതിലെന്താ തെറ്റുള്ളത്? വരുമാനം കൂടി. അല്ലെ, ഇപ്പൊ KSRTC ജീവനക്കാർക്ക്
ഇപ്പം എല്ലാ മാസം 30-ാം തീയതി ശമ്പളം കിട്ടുന്നില്ലേ? മലയാള മനോരമ കൊട്ടിഘോഷിക്കുകയാണ്, ദാ സുഹൃത്തുക്കളെ, ദാ 30-ാം തീയതി KSRTC എല്ലാവർക്കും ശമ്പളം കിട്ടിയിരിക്കുന്നു. KB ഗണേഷ് കുമാർ എന്ന് മന്ത്രിയായോ അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങി ലാസ്റ്റ് 1 ഇയർ ആയിട്ട് KSRTC എല്ലാവർക്കും 30-ാം തീയതി ശമ്പളം കിട്ടുന്നുണ്ട്. അത് ചില 1-ാം തീയതികൾ അവധി വരും. ഇപ്പം മെയ് 1-ാം തീയതി അവധിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഇത് ഏപ്രിൽ 30-ാം തീയതി തന്നെ ഈ ശമ്പളം അവർക്ക് ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങിയത്. അതിൻ്റെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഈ 30-ാം തീയതി അല്ലെങ്കിൽ മാസത്തിൻ്റെ അവസാന ദിവസം കഴിഞ്ഞ് 1 വർഷമായിട്ട് KSRTC ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന്. അതിപ്പോൾ ഒരു പുതിയ കാര്യമായിട്ട് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അത് മറ്റൊരു യൂണിവേഴ്സിൻ്റെ PR വർക്കാണത്. ഇതെല്ലാം വിശ്വസിക്കാൻ വേണ്ടി കുറേ മരപ്പൊട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ് സത്യം. അടുത്ത കൂടെ പറഞ്ഞു തരട്ടെ. കാരണം KSRTCക്ക് ശരിക്കും പറഞ്ഞാൽ 800 മുതൽ 1000 കോടി രൂപ വരെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ആവശ്യമുള്ളത്. എന്നാൽ മാത്രമേ KSRTCക്ക് നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഈ ബഡ്ജറ്റിൽ എത്ര കോടിയാണ് മാറ്റി വെച്ചേക്കുന്നത്? 10 കോടിക്ക് ആകെപ്പാടെ ഇന്ദിരാ ഗ്യാരണ്ടിക്ക് വേണ്ടിയിട്ട് 600 കോടിയെ മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ചെലവുകളെക്കുറിച്ച് അതിനു വേണ്ടിയിട്ട് KSRTC എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും അവസാനിക്കുകയാണ്. ധനകാര്യ വകുപ്പ് മന്ത്രി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, അത് ഈ 5 ഗ്യാരണ്ടികൾക്കും കൂടിയുള്ള തുകയാണ്. അല്ലല്ല, 600 കോടി രൂപ അല്ലാതെ KSRTCക്ക് മറ്റേ ഈ പ്രിയദർശിനി യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് 600 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പൈസ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ KSRTC വനിതകളുടെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് മാത്രമുള്ളതാണ്. അത് കൂടാതെ KSRTC എന്ന് പറയുന്നത് ഈ പൊതുഗതാഗതം എന്നൊക്കെ പറയുന്നത് ആളുകളെ സംബന്ധിച്ചിട്ട് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നില്ലേ? അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടണ്ടേ? ഇപ്പോൾ വൈദ്യുതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്, റേഷനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജനങ്ങൾ പിന്നെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മന്ത്രിയാണെന്ന് പറഞ്ഞാൽ, മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ കസേരയിൽ കയറി ഇരുന്ന് ഉണ്ടുറങ്ങി കഴിയാൻ വേണ്ടിയിട്ടുള്ളതാണോ? അല്ലല്ലോ. അതിനു വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ജനം നികുതി അടയ്ക്കുന്നത്. ജനം നികുതി അടയ്ക്കുന്നത് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വികസനം ഉണ്ടാവണം, ഇവിടെ ജീവിത സാഹചര്യങ്ങളിൽ മാറ്റം ഉണ്ടാവണം, പാവപ്പെട്ടവന് സഹായം ലഭിക്കണം, പാവപ്പെട്ട രോഗികൾക്ക് ചികിത്സ ലഭിക്കണം, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കിട്ടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നികുതി അടയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സർക്കാർ പെരുമാറണ്ടേ? അല്ലാതെ എല്ലാത്തിനും ഒരു കച്ചവടമായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? സർക്കാരിനെ ഒരു കച്ചവട സർക്കാരിലേക്ക് മാറ്റാൻ പറ്റുമോ? ജനാധിപത്യത്തിൽ ഒരു സർക്കാരിന് എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്? സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ബസ് മുതലാളിമാർ, അവർ മുതലാളിമാരൊന്നും അല്ലെന്നേ, ബസ് മുതലാളിമാരൊന്നും അല്ല. എനിക്കിപ്പോൾ സംശയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ചെറുകിട ബസ് മുതലാളിമാരെ തകർത്തതിന് ശേഷം ഏതെങ്കിലും ഒരു വമ്പൻ കോർപ്പറേറ്റ് കമ്പനിയെ ഈ പറഞ്ഞ KSRTCക്ക് ബദലായിട്ട് കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരും. അതല്ലെങ്കിൽ ഭാവിയിൽ ഈ KSRTCയെ സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് പോകും. ഈ 1-2 ബസ്സുകൾ മാത്രം സ്വന്തമായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ അവസ്ഥ വളരെ മോശമാണ്, വളരെ കഷ്ടമാണ്. എനിക്കറിയാം, 1 ബസ്സുള്ളവർ, 2 ബസ്സുള്ളവർ ഈ റോഡ് ടാക്സ് ഇറക്കിയാൽ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ ആ ടയറൊന്നും മാറ്റാൻ പറ്റാത്ത ആളുകൾ, എന്തെങ്കിലുമൊക്കെ പണി വന്നു കഴിഞ്ഞാൽ അതിന് പണി ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്ത ആളുകൾ, ഇങ്ങനെ എത്ര ആളുകളുണ്ടെന്നറിയോ? നമ്മുടെ സർക്കാരുകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. KSRTCയെ സ്വകാര്യവൽക്കരിക്കുകയാണോ അല്ലെങ്കിൽ KSRTCയിലേക്ക് സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരികയാണോ എന്നുകൂടി മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രിയും വ്യക്തമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജോണേട്ടൻ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ വരികയും ഇവിടെ ഇരുത്തി നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ജോണേട്ടനോട് നമുക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോണേട്ട, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തിനെങ്കിലുമൊക്കെ പെർമിഷൻ കിട്ടാൻ വല്ല സാധ്യതയുണ്ടെങ്കിൽ പറയണേ. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ബസ് സർവീസ് ആരംഭിക്കാനായിട്ടുള്ള മാർഗം നമുക്ക് നോക്കാമെന്ന് കരുതിയിട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വകാര്യ ബസ്സുകളോട് വേറെ എന്തെങ്കിലും വരുമാന സ്രോതസ് കൂടി കണ്ടെത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥ എന്താണ്? ഇപ്പം ഇതിന്റെ സീരിയസ് വശം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞതിലെ ലോജിക്ക് എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. അല്ല, ഇതിനൊരു ലോജിക്ക് ഇല്ലല്ലോ. കാരണം ഇപ്പൊ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരാളോട് പറയണത് നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ വരുമാന മാർഗം കണ്ടെത്തണമെന്ന് പറയണം. അതായത് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അല്ല, ഭക്ഷണം കൊടുക്കുന്നതിന് പുറമെ വേറെ എന്തെങ്കിലും വരുമാന മാർഗം കണ്ടെത്തണമെന്ന് പറഞ്ഞാൽ അവർ പറയും, എന്താ പിന്നെ ഞങ്ങൾ ഇവിടെ കുക്കറുണ്ടല്ലോ, അപ്പോൾ അവിടെ വേണമെങ്കിൽ ഞങ്ങൾ വാറ്റുചാരായ ഉണ്ടാക്കാം, വാറ്റുചാരായ ഉണ്ടാക്കിയിട്ട് പബ്ലിക്കിന് കൊടുക്കണമെന്ന് ചോദിക്കുമോ? ഇതെന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? ഇത് വേറെ പ്രൈവറ്റ് ബസ് മുതലാളിമാർ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാർ വേറെ എന്ത് വരുമാന മാർഗമാണ്? ഒരു കൊറിയർ എന്നതിനപ്പുറത്തേക്ക് വേറെ എന്ത് വരുമാന മാർഗമാണ്? ഒരു കല്യാണവട്ടം, എല്ലാ ദിവസവും കല്യാണവട്ടം ഉണ്ടാവുമോ? ക്രിസ്ത്യാനിയുടെ കല്യാണമാണെങ്കിൽ ഞായറാഴ്ചയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. എല്ലാ ദിവസവും കല്യാണം ഉണ്ടാവത്തില്ലല്ലോ. അപ്പം നോമ്പ് കാലങ്ങളിൽ എന്ത് ചെയ്യും? പട്ടിണി കിടക്കേണ്ടി വരുമോ ഇതിനൊക്കെ? അപ്പോൾ ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകാർ എന്ത് ചെയ്യും? കാരണം എല്ലാത്തിനും മറ്റു വരുമാന സ്രോതസ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് അത് മറ്റൊരു വിഭാഗത്തെ ബാധിക്കും എന്തെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയല്ലേ CP ജോൺ, അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യമല്ലേ? അത് സൊസൈറ്റിയിലെല്ലാം ഇന്റർലിങ്ക്ഡ് ആണെന്നുള്ള ഒരു സംഭവം. അത് മനസ്സിലാക്കാതെയുള്ള, കാരണം അദ്ദേഹത്തിനൊക്കെ വളരെ വലിയ രീതിയിൽ അറിവുകളുള്ള, നമ്മളൊക്കെ ഏറെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കാണുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ വായിൽ നിന്ന് ഒരിക്കലും വീഴാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അത് വീണിരിക്കുന്നത്. അദ്ദേഹം തിരുത്തും എന്നതിനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു മന്ത്രിയായിട്ട്
ശോഭിക്കാൻ ജോണേട്ടന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്താം.